ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മാത്സിൻ്റെ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൻ്റെ പേര് വെക്റ്റർ ഡിഫറൻസിയേഷൻ എന്നാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കേർവ്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം ഒരു കേർവിനെ പറ്റിയാണ് പറയുന്നത്. കേർവിൻ്റെ വെക്റ്റർ ഡിഫറൻസിയേഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ +2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രീ ഡയമെൻഷണൽ ജോമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്, IJK എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സെയിം സാധനമാണ് നമ്മൾ ഇവിടെയും വരുന്നത്. വെക്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, IJK യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്റ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒരു കേർവിനെ നമ്മൾ ആദ്യം ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം. ഒരു കേർവിനെ വെക്റ്ററിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം കാണാം R(t) = x(i) + y(t) plus z(t)k. സോറി, അവിടെ ഞാൻ ഓഫ് ടി എന്ന് എഴുതാൻ മറന്നുപോയി. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ എക്സ് നമ്മളിപ്പം ഇവിടെ ഇപ്പം ഐയുടെ കമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. sin ti + cos tj + 4tk എന്ന് പറഞ്ഞ് ഞാനൊരു R(t) ഇക്വേഷൻ, ഒരു കേർവിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഐയുടെ കമ്പോണൻറ്റ്, നമ്മൾ വെക്റ്ററിൽ അറിയാമല്ലോ, IJK എന്ന് പറയുമ്പോൾ I ഡിനോട്ട് ചെയ്യുന്ന എക്സ് ഡയറക്ഷനും, J ഡിനോട്ട് ചെയ്യുന്നത് Y ഡയറക്ഷനും, Z ഡിനോട്ട് ചെയ്യുന്നത് K ഡിനോട്ട് ചെയ്യുന്നത് Z ഡയറക്ഷനും ആണെന്ന് നമ്മൾ ആ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ഞങ്ങൾ +2 പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പം എനിക്കിവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. x = sin t എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ y = cos t എന്ന് എഴുതാം, z = 4t എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റും. x = sin t എന്ന് എഴുതാൻ പറ്റും, y = cos t എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ z = 4t. ഇതിനെയാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഈ x = y = z = എന്ന് പറഞ്ഞ് എഴുതുന്നതിനാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിലോട്ട് പോകാം. അടുത്തതെന്ന് പറയുന്നത് ഇനി ഈ വെക്റ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വെക്റ്റർ തന്നു, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, എന്ത് പറ്റും എന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാനൊരു എക്സാമ്പിൾ എഴുതാണ്. വെക്റ്റർ R(t) = sin t + sin ti plus cos tj plus 4tk. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകും. അപ്പം R(t) എന്ന് പറയുന്നത് sin t-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടുന്ന cos ti. അതിൻ്റെ കൂടെയുള്ള i-യോ j-യോ k-യോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിനൊന്നും പറ്റത്തില്ല. അത് നമ്മൾ അവിടെ തന്നെ അതേപോലെ അങ്ങ് ഇട്ടേച്ചാൽ മതി. എന്നിട്ട് sin ti-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ cos ti കിട്ടും. അതുപോലെ തന്നെ cos t-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -sin t
ജെ. അത് കഴിഞ്ഞിട്ട് 40. 40Kനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് 4K. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഒരു വെക്ടറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഡിഫറൻഷിയേഷൻ നമ്മൾ ഒരു വെക്ടർ ഇക്വേഷനെ എടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഐയും ജെയും കെയും അതിനൊന്നും സംഭവിക്കത്തില്ല. ഐയും ജെയും കെയും അതുപോലെ തന്നെ ഇടുക. അതിൻ്റെ കൂടെ ഉള്ള കമ്പോണൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് ഈ വെക്ടർ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ആർ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് നമ്മൾ ഓരോത്തിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടി എന്ന് പറഞ്ഞ ടേം എവിടേക്കാണോ വരുന്നത് അതിനെയെല്ലാം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ടാൻജൻറ്റ് വെക്ടറാണ് പഠിക്കാൻ പോകുന്നത്. അത് ഇനി അടുത്ത പാർട്ടിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്.